അങ്ങനെ നമ്മുടെ ആനന്ദിനോട് പറയുന്നുണ്ട് ഏട്ടൻ ഇത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് നോട്ടീസ് അയക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് നീ ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട, എന്തായാലും ഇപ്പം ഞാൻ തീരുമാനിച്ചത് അനുസരിച്ച് മുന്നോട്ട് പോട്ടെ, നീ എന്നെ ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് ഉലർത്താൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആരും പറഞ്ഞിട്ട് ഇല്ല ഏട്ടാ, ഞാൻ നിങ്ങളുടെ ഭാഗത്ത് തന്നെ നിൽക്കും, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ നിങ്ങളുടെ ഭാഗത്തേ നിൽക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണത് നമ്മുടെ ഗോമതി മിത്രോട് പറയുന്നുണ്ട് അവൾ എന്നോട് ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല, അവളും അവളുടെ വീട്ടുകാരും കൂടി ചേർന്നത് നമ്മളെയും നമ്മുടെ കുടുംബക്കാരെയും വെഡ്ഡികളാക്കിയിരുന്നു, അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ വീട്ടുകാർ എൻ്റെ മകളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ആനന്ദ് പറഞ്ഞ് അവളുടെ ഭർത്താവ് എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ എന്നൊക്കെ ഉദയഭാനും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ദേവിയുടെ അടുത്തേക്ക് വരികയാണ്. അവരൊന്നും പറയാത്ത പോലെ. എന്തായാലും ദേവിയാണെങ്കിൽ വല്ലാതെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അവർ കൊടുത്ത കംപ്ലൈൻറ്റ് അനുസരിച്ചിട്ട് പോലീസുകാരാണെങ്കിൽ നമ്മുടെ ബാലനെയും ആനന്ദിനെയും ഗോമതിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.